57 57 സങ്കീർത്തനം, സാം നമ്പർ 57 57 സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. സാം നമ്പർ 57. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തൻ്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. ഒടുവിൽ 2 വാക്കിൽ ചേർന്ന് വായിക്കാം. നിന്റെ ദയ ആകാശത്തോളം, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ എന്ന് വായിച്ചത്, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ ഭൂപരപ്പിലായിരിക്കുന്നത്. അവൻ്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിന് മഹത്വം കരേറ്റുവാൻ, സ്തുതി സ്തോത്രങ്ങളെ അർപ്പിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. അല്പസമയം കൂടെ കർത്താവിന് ഹല്ലേലൂയ സകല മഹത്വവും അർപ്പിക്കാം. അവൻ മഹത്വത്തിന് യോഗ്യനായ ദൈവമാണ്. നിന്റെ ദയ ആകാശത്തോളവും. കർത്താവേ, ഹല്ലേലൂയ, നിന്റെ ദയ തീർന്നു പോകുന്നില്ല, നിന്റെ കരുണ തീർന്നു പോകുന്നില്ല. നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതല്ലോ. ഇതുപോലെ കാലം അതിൻ്റെ ഉള്ളിലാണ് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവേ, നീയാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നീയാണ് എൻ്റെ ചുവടുകളിൽ ഹല്ലേലൂയ എന്നെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ദയയാണ് എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ കരുണയാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ആകുലകൾ, എൻ്റെ വേദനകളിൽ, എൻ്റെ രോഗങ്ങളുടെ നടുവിൽ നീ എന്നെ നടത്തുന്ന എത്ര പേർക്ക് ഇന്ന് പോലെ കാലം കർത്താവിനെ സ്തുതിപ്പാൻ കഴിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാമം ഉയർന്നിരിക്കണമേ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പോലെ കാല സർവഭൂമിയിലോ ഹല്ലേലൂയ അവന്റെ മഹത്വമാണ് പരക്കുന്നത്. മനുഷ്യന്റെ കഴിവുകളേക്കാൾ, മനുഷ്യന്റെ ആലോചനയേക്കാൾ, മനുഷ്യന്റെ ചിന്തകളേക്കാൾ, മനുഷ്യന്റെ വിചാരങ്ങളേക്കാൾ ദൈവത്തിന്റെ മഹത്വമാണ് പരക്കുന്നത്. വേഗത്തിൽ ചൊല്ലുന്ന ദൈവത്തിന്റെ മഹത്വം അത്രേ. കാലം എത്ര പേർ വിശ്വസിക്കുന്നപ്പാ, എന്റെ അവസ്ഥകളേക്കാൾ, ഞാൻ അനുഭവിക്കുന്ന രോഗത്തേക്കാൾ, ഞാൻ അനുഭവിക്കുന്ന ക്ഷീണത്തേക്കാൾ നിന്റെ മഹത്വം വലുത്, നിന്റെ മഹത്വം വലുത്, നിന്റെ മഹത്വം വലുത്, നിന്റെ മഹത്വം വലുത്. മഹത്വം കണ്ടവർക്ക് ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും.
മഹത്വം കണ്ട് ദൈവം ഏറ്റെടുത്തവർക്ക് ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവ മഹത്വം ഹല്ലേലൂയ സർവ്വഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ തടുത്തു വെക്കുവാൻ സാധ്യമല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഒരുവനിൽ ഇറങ്ങണമെങ്കിൽ അതിനെ ആർക്കും തടുത്തു വെക്കാൻ സാധ്യമല്ല. ഒരു ഭവനത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ അത് മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചല്ല ദൈവമഹത്വം ഇറങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ ആരുമായിരിക്കോ, നീ ഒരു ഹല്ലേലൂയ ഓ നിന്റെ കഴിവുകൾക്കപ്പുറമാണ് ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഇറങ്ങുന്നത്. നമ്മുടെ കഴിവനുസരിച്ചല്ല കേട്ടോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. നമ്മുടെ അറിവനുസരിച്ചല്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അറിവില്ലാത്ത കഴിവില്ലാത്ത ഓ ഹല്ലേലൂയ വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടിരുന്ന ഭവനത്തിനകത്ത് എങ്ങനെ ഞങ്ങൾ പരിഹരിക്കുമെന്ന് ദുഃഖിച്ചിരുന്ന നെടുവീർപ്പോടിരുന്ന ഹല്ലേലൂയ ഭവനത്തിനകത്തേക്ക് യേശു കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശൂന്യമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായി. ആ ഭവനത്തിന്റെ അന്തരീക്ഷം മാറി അല്പസമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ നെട്ടോട്ടം ഓടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടെ വിശിഷ്ടമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ ഭവനത്തിനകത്ത് വിശിഷ്ടമായ ഒരു അനുഭവം നിലനിന്നിരുന്നു. എന്നാൽ അവര് കരുതിയ അനുഭവം എന്ത് ചെയ്തു? അല്പസമയത്തേക്ക് അത് ഫിനിഷായി. യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്, അത് ഫിനിഷായി, അത് തീർന്നു. എന്നാൽ ആരവിടെയുണ്ട്? ബുദ്ധി പറഞ്ഞു കൊടുക്കുവാൻ, ജ്ഞാനം പറഞ്ഞു കൊടുക്കുവാൻ അവിടെയുള്ള ഏറ്റവും ബുദ്ധിമാൻ അവിടെ ഇല്ല. ഏറ്റവും കഴിവുള്ള വ്യക്തികൾ അവിടെ കാണുമായിരിക്കും. എന്നാൽ അവരുടെ എല്ലാം ബുദ്ധിക്കപ്പുറമായി, അവരുടെ എല്ലാ കഴിവിനപ്പുറമായി ഒരുവൻ അവിടെ വന്നിട്ടുണ്ട്. ആരാ വന്നിട്ടുള്ളത്? ആരാ വന്നിട്ടുള്ളത്? യേശു കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പൽക്കാലം യേശു കർത്താവ് ഉണ്ടെങ്കിൽ, നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, നീ പോകുന്നിടത്തുണ്ടെങ്കിൽ, യേശു കർത്താവ് നിന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ, ശൂന്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ മേൽ പരിഹാരമൊരുക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. യേശു കർത്താവ് പുറകിലല്ലായിരുന്നു. യേശു കർത്താവ് ഭവനത്തിനകത്തളങ്ങളിൽ പുറകിൽ നിൽക്കുന്നവനായല്ലായിരുന്നു. അകത്തളങ്ങളിൽ യേശു കർത്താവുണ്ട്. ശൂന്യത വെളിപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ എങ്ങനായി തീരുമില്ല. അകത്തളങ്ങളിൽ കർത്താവ് ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. ആ ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കാം. അകത്തളങ്ങളിൽ കർത്താവ് ഉണ്ടെങ്കിൽ എന്നോട് കൂടെയുണ്ട്, അവൻ എന്നോട് കൂടെയുണ്ടെങ്കിൽ അവനൊരു പരിഹാരം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നടത്തിയ കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കർത്താവേ, അതിരം തുറന്ന് അങ്ങേ വാഴ്ത്തുവാനല്ലാതെ, അങ്ങേ സ്തുതിക്കുവാനല്ലാതെ കർത്താവേ ഞങ്ങളുടെ മുമ്പാകെ മറ്റൊന്നുമില്ല. കർത്താവേ, ഞങ്ങളുടെ അരുമനാഥൻ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞങ്ങളെ അണച്ചതുപോലെ, ഞങ്ങളെ അറിഞ്ഞതുപോലെ, ഞങ്ങളെ തൊട്ടതുപോലെ മറ്റാരും കർത്താവേ ഞങ്ങളെ അറിഞ്ഞിട്ടില്ല, ഇനിയും അറിയുകയുമില്ല. ഇന്ന് പൽക്കാലം ഞങ്ങളെ അറിഞ്ഞ സ്നേഹിച്ച കർത്താവിനെ വാഴ്ത്തി അങ്ങേ പുകഴ്ത്തിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഇന്ന് പൽക്കാലം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചെറിയ കർത്താവെ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ ഒരു അനുഭവമായി തീരുവാൻ, ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ ഇവിടെ ഇടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന ദൈവങ്ങൾക്കൊക്കെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വിവിധ ആവശ്യഭാരത്തോടെ രോഗത്തോടെ പ്രയാസങ്ങൾ കടന്നു പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവ് ഒരുപോലെ ഇന്ന് പൽക്കാലം ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൂടി ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥനയിലിരിക്കുക. സ്തോത്രം യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവിന് നന്ദിയുടെ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊരു വിശുദ്ധ കാലം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, വിടുതലുകൾക്ക് ദൈവസന്നിധിയിൽ വന്ന് നന്ദി അർപ്പിക്കുവാനായി, കർത്താവിൻ്റെ നാമത്തിന് പുകഴ്ച അർപ്പിക്കുവാനായി ദൈവം നമ്മളെ ഹല്ലേലൂയ എന്ന് കാലം ബലപ്പെടുത്തിയല്ലോ, കൃപ നൽകിയല്ലോ. രോഗങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ക്ഷീണങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നാം ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, പ്രയാസങ്ങളില്ല, നല്ല രോഗങ്ങളില്ല, എന്നാൽ അതിൻ്റെ നടുവിൽ നാം ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് നാം അടിഞ്ഞുകൂടി ഇരിക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പോൽക്കാല സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം കരയറ്റുകയാണ്.
മക്കളെ, ഒരുപാട് ചിന്തിച്ചിരിക്കാനാണെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പാകെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ വിഷയങ്ങളുണ്ട് അല്ലേ? ചിന്തിച്ചിരിക്കാനാണെങ്കിൽ ഇങ്ങനെ താടിയും കൊടുത്ത് നമ്മൾ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ? എന്നാൽ നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന ദൈവമക്കൾക്കെല്ലാം ഓരോ വിഷയങ്ങളുണ്ട്, ഭാരങ്ങളുമായിട്ടാണ് വന്നിരിക്കും. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതിൽ കൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ ഇവിടെ മാനുഷികമായ ഒന്നുമല്ല, ഇവിടെ നാം അന്വേഷിച്ചു വന്നിരിക്കുന്നത് ഒരുവനുണ്ട്, നസ്രയനായ യേശു. അവൻ വാക്ക് പറഞ്ഞത്, ഓ ഹാലേ, അവൻ നമ്മുടെ നടുവിലുണ്ട്, അവൻ നമ്മളെ സഹായിക്കുമെന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനാണ് ദൈവമക്കൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു ആ കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പോലെ കാലം ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. വിശേഷാൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശേഷാൽ പ്രിയ ലക്ഷ്മിയാൻ്റെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ദേശത്ത് നമ്മോട് ചേർന്ന് ഭവനത്തോടെ സിസ്റ്റർ മമ്മി കഴിഞ്ഞ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യത്തോടെ യാത്ര തിരിച്ച് ഇവിടെ കാലിലേക്ക് കടന്നു വരും. കർത്താവ് ഇടയാക്കിയ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും കർത്താവദാസി കർത്താവ് ബലത്തോടെ ആരോഗ്യത്തോടെ ദേശത്തായിരിക്കുമ്പോൾ ദൈവരോട് കർത്താവ് കാക്കട്ടെ, കർത്താവിൻ്റെ കൃപയിൽ മറയ്ക്കട്ടെ. ഹല്ലേലൂയ. കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ട ഒരു ശരീരമായിട്ട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും കർത്താവ് ആശ്വാസത്തോടെ ഇന്ന് വൽക്കാലം ആരാധനയെ സംബന്ധിപ്പാൻ പല പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരീരമായ പ്രയാസങ്ങളിൽ കൂടെ റീന സിസ്റ്റർ കടന്നു പോകാനിടയായി എങ്കിലും കർത്താവ് ഇന്ന് വൽക്കാല സൗഖ്യത്തോടെ വിടുതലോടെ ഹല്ലേലൂയ കർത്താവ് ദിവസം കൊണ്ടുവന്നതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം രോഗികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആവശ്യമായ ബലം കർത്താവ് കൊടുക്കട്ടെ. മനുഷ്യനല്ല ബലം കൊടുക്കുന്നത്, മനുഷ്യനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സർവശക്തൻ ഹല്ലേലൂയ ഇന്ന് വൽക്കാലം കനിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. മനുഷ്യനൊന്നും അല്ല കേട്ടോ, മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവൻ കനിഞ്ഞാൽ വല്ലതും നടക്കും, ഗുരു കനിഞ്ഞാൽ വല്ലതും നടക്കും. ഇന്ന് വൽക്കാലം അവൻ കനിഞ്ഞാൽ, അവൻ നമ്മളോട് കരുണ തോന്നിയാൽ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞൊരു ദൈവമാ നമ്മുടെ ദൈവം. പുരുഷന്റെ ഉരുക്കളിൽ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയനുറുക്കത്തോടെ വേദനയോടെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്ന ഒരു ദൈവത്തിൽ ഇന്ന് വൽക്കാലം ദൈവം മറന്നു കളയത്തില്ല. ഹൃദയത്തുരുക്കം വരുമ്പോൾ ഹല്ലേലൂയ അവൻ അടുത്ത് വന്ന് നമ്മളെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ ആശ്വാസം ഏറ്റെടുത്ത് മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കും. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അനീഷ് ഫ്ലോർ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ കടന്നു ചെന്ന് ഹല്ലേലൂയ വെള്ളിയാഴ്ച വൽക്കാലം സർവീസൊക്കെ നടപ്പാൻ കർത്താവ് ഇടയാക്കി. വീണ്ടും ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനീഷ് ഫ്ലോറിൻ്റെ നമ്മുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ കർത്താവ് സ്വർഗീയ ആശ്വാസം കൊണ്ട് പ്രിയ കുടുംബത്തെ കർത്താവ് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും കർത്താവ് വീണ്ടും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ നിന്ന് ഹല്ലേലൂയ വിഭവമായ കാര്യങ്ങളെ പറഞ്ഞു ചിന്തിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒടുവിലായിട്ട് കർത്താവദാസൻ ഹല്ലേലൂയ വചനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ ദിവ്യമായ പ്രതിശ്വാസം ആവശ്യമായ അതിനെ നൽകും. ആരംഭമായി നമുക്ക് ഹല്ലേലൂയ വചനത്തിൽ നിന്ന് സങ്കീർത്തന ഭാഗത്തു നിന്ന് അല്പമായ ഹല്ലേലൂയ വചനങ്ങളെ ശ്രവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സാം നമ്പർ 57 നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന പശ്ചാത്തലങ്ങളാണ്. അതിന് വിശേഷാൽ 58, 59, 57 ഈ സങ്കീർത്തനങ്ങളെല്ലാം വളരെ സാമ്യമുണ്ട്. ദാവീദിൻ്റെ ജീവിത അനുഭവങ്ങളിനകത്തൂടെ കടന്നു പോകുന്ന സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ തൻ്റെ സങ്കീർണമായ ജീവിതാനുഭവങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ഭീഷണിയുടെ നടുവിൽ ഹല്ലേലൂയ തൻ്റെ ജീവിതം അസ്തമിക്കും മരണകാരണമായ അനുഭവങ്ങളെല്ലാം തൻ്റെ മുമ്പാകെ വന്ന് തിങ്ങി നിറഞ്ഞ് വേദനകൾ കൊണ്ട് നിൽക്കുന്ന സന്ദർഭങ്ങളാണ് ഈ 3 സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഗീത പ്രമാണിക്ക് നമുക്കവിടെ കാണാം. എന്താണ് അവിടെ പറഞ്ഞത്? നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ എന്താണ് അവിടെ കാണുന്നത്? ആരംഭിക്കുമ്പോൾ തന്നെ ഡു നോട്ട് ഡിസ്ട്രോയ്. ഹല്ലേലൂയ. ദിസ് ഈസ് നോൺ ആസ് എ ഗോൾഡൻ സോങ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഡു നോട്ട് ഡിസ്ട്രോയ്. ഈ രാഗം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഹല്ലേലൂയ ഗാനം ആരംഭിക്കുന്നത് തന്നെ എൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നു ഡു നോട്ട് ഡിസ്ട്രോയ്.
അപ്പോൾ അവിടെ ഒരു കാര്യം ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടത്? ദൈവവൈതൽ പോകുന്ന വഴികളിൽ, ദൈവവൈതലായിരിക്കുന്ന വഴികളിൽ എന്തുണ്ട്? പറഞ്ഞാട്ടെ. ഡു നോട്ട് ഡിസ്ട്രോയ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഡിസ്ട്രക്ഷൻ ഈസ് ദേർ. നമ്മൾ പോകുന്നിടത്ത്, നമ്മളായിരിക്കുന്നിടത്ത് എന്തുണ്ട്? ദുർഘടങ്ങളുണ്ട്. ദുർഘടങ്ങൾ നിറഞ്ഞ ഇവിടെ അയർലൻഡിലായി വന്നുകൊണ്ട് ഇനി ഒരു ദുർഘടങ്ങളും ഇല്ലെന്നാണോ? അയർലൻഡ് വന്നു, പിന്നെ പാസ്പോർട്ട് ആയി, വിസ ആയി, പിന്നെ സ്റ്റാമ്പ് പവറായി, അതുകൊണ്ട് പിന്നെ ഇനി ഒരു ദുർഘടങ്ങളും ഇല്ല, എല്ലാം ഓക്കെ ആയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നുമല്ല. നമ്മളെക്കാൾ പാസ്പോർട്ടായവരും, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ സ്ഥിതി വളരെയധികം ബുദ്ധിമുട്ടില്ല. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആശ്വാസങ്ങളെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവേ, ദുർഘടം നിറഞ്ഞ പാതകളാണ് ഞങ്ങളുടെ ചുറ്റിനും. ഞങ്ങളുടെ കഴിവ് കൊണ്ട്, ഞങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന പ്ലാന് കൊണ്ട് ഒന്നുമല്ല ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങയുടെ അനർഘമായ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് എത്ര പേര് ഇന്ന് കാലം പ്രാർത്ഥിക്കും. എനിക്കറിയാം, ജോലി സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ജോലിയിൽ എങ്ങനെ സ്റ്റെപ്പുകൾ വെക്കണമെന്ന് ഇന്ന് പകൽക്കാലം പ്രതിസന്ധി അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. റബല ഹദലാദന, നിന്റെ ചുറ്റും പ്രതിസന്ധികൾ ഉള്ളപ്പോഴും അതിനകത്ത് നിന്നെ നിർത്തുവാൻ, നിന്നെ ഹല്ലേലൂയ ആ ചലഞ്ചസിനുള്ളിൽ നിന്നെ കവർ ചെയ്ത് നിർത്തുവാൻ റബാലക ഹന്ദലാദന, അഭിഷേകം പ്രാപിച്ച ദൈവത്തിലെ നിനക്കെതിരെ പ്രതിസന്ധിയുണ്ട്. ദാവീദിന്റെ മേൽ അഭിഷേകമുള്ളപ്പോൾ ദാവീദിന്റെ മേൽ വീണ അഭിഷേകത്തിനെതിരെ ഒരു ചലഞ്ചുണ്ട്, ഒരു വെല്ലുവിളിയുണ്ട്. എന്നാൽ അതിനെ മാറ്റുന്നത് ദാവീദല്ല, ശത്രുവിനെ തകർക്കുന്നത് ദാവീദല്ല, ശത്രുവിനെതിരെ പോരാടുന്നത് ദാവീദല്ല, മാനുഷിക ബുദ്ധിയല്ല. അതിനെതിരെ സഞ്ചരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിനൊരു മഹത്വം കൊടുക്കട്ടെ, ആരാധന കൊടുക്കട്ടെ. നിനക്കെതിരെ വരുന്ന ദുഷി, നിനക്കെതിരെ വരുന്ന തടസ്സം, അതിനെ അഴിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. അടകാധരാധന, വൈശ്വന്ധരാധന, അടകാധരാധന. നിനക്കെതിരെ വരുന്ന രോഗത്തിന്റെ കെട്ടുകൾ, പൈശാചിക കെട്ടുകൾ ഇന്ന് പകൽ ഈ ആരാധനയെങ്കിൽ നാസറേയനായ യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ അടിക്കടി വരുന്ന രോഗത്തിന്റെ ക്ഷീണങ്ങൾ ഇന്ന് ഈ ആരാധനയെങ്കിൽ റബാന ഹസ്തനാദന, അഭിഷേകം പ്രാപിച്ചവർ, ദൈവഗുരു പ്രാപിച്ചവർ ആത്മാവിൽ നിന്ന് പോരാടിക്കേ. റബല ശാന്തന ഇന്ന് ലോകത്തിന്റെ കിടക്കകൾ നിന്നെ രോഗിയാക്കി, നിന്നെ കൺഫ്യൂസ് ആക്കി, മുന്നോട്ട് പോകാൻ കഴിയാതെ ശക്കായി നിൽക്കുന്ന പ്രതിസന്ധികൾ ഇന്ന് ഈ ആരാധനകൾ ആരാധിക്കട്ടെ, സഭ ആരാധിക്കട്ടെ. ഓ ശാധാരാധന, ഹന്തരാധരാധന. നീ മുന്നോട്ട് പോകൂ. നിനക്കുള്ള വഴി ഇവിടെ ഉണ്ട്. അതിനെ തടുക്കുവാൻ, അതിനെ തടസ്സം ചെയ്യുവാൻ. യെസ്, ആരാധിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് പോലെ എതിർത്ത് നിൽക്കുന്ന ദുഷ്ടശക്തികൾ ഈ ആരാധന അഴിയപ്പെടും. നിനക്കെതിരെ, ഭാവിക്കെതിരെ, മുന്നേറ്റത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ആരാധന കെട്ടുകൾ അടിയും, ആരാധന ബന്ധനങ്ങൾ അടിയും. ആരാധിക്കട്ടെ, സഭ ആരാധിക്കട്ടെ. ആര് നിർവാചികളായിരിക്കരുത്. നീ ഉന്നതി പ്രാപിക്കൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയം ഏറ്റെടുക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഡിസ്ട്രക്ഷൻ, ദാവീദ് പറയുകയാണ്, ഡു നോട്ട് ഡിസ്ട്രോയ്. ഒരു പ്രാർത്ഥന ഉയരട്ടെ. ഇവിടെയുള്ള മറ്റൊന്നിനെ കെയർ ഓഫിലല്ല പ്രാർത്ഥന ഉയരേണ്ടത്. ദാവീദിന് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. വിഷയം വേറെയാ. അതൊക്കെ എടുത്ത് ഗുഹയിലെ വിഷയങ്ങളെല്ലാം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് സമയം ഇവിടെ തീരത്തില്ല. കൂട്ടത്തിൽ നിൽക്കുന്നവരും വരുന്നവരും പോന്നവരും എല്ലാ അതാത് സമയങ്ങളിൽ നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
പലരും ദാവീദിനെ പറ്റി പറയുന്നത്, ദാവീദേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അഭിഷേകമുണ്ടെന്ന് പറയുമ്പോഴും ദൈവകൃപ ഉണ്ടെന്ന് പറയുമ്പോഴും നനച്ചിരിക്കാത്ത സമയങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ദാവീദിനെതിരായി വന്നുകൊണ്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ! എന്ത് ചെയ്യണമെന്നറിയാതെ ദാവീദ് നിൽക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം രചിക്കുന്നത്. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ആ പ്രാർത്ഥനയാ ഉയരുന്നത്. ദൈവമേ, അതിനകത്തെല്ലാം വരുന്നുണ്ടല്ലോ. അവിടെ തുടങ്ങുന്നത് തന്നെ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. കാരണം എന്താ? ഞാൻ നിലനിൽക്കുന്നത് ആ കൃപയില. ഐ എം നോട്ട് റിലയിങ് ഓൺ മൈ സ്ട്രെങ്ത്. ഇഫ് യു വാണ്ട് ടു സീ lot of sick people, they rely on their strength, but after years later they ended up in their sickness, even some damage with their brain. Most of the times I used to visit the people, those who have the clear damage with their cells in the brain. So once they started to think and act accordingly, but later when this damage happened, they can't do the things what they were doing. They want to do many things, but literally they can't do. So what happened? The motor neuron, there is a transmit going through the motor neuron cells, then only the limbs, the action is going to happen. Once that, എനിക്കറിയാം ഇവിടെ എല്ലാം ഉള്ളവർ നിങ്ങളെല്ലാം നിൽക്കുന്നതിൻ്റെ തിയറി എല്ലാം അറിയാം. അവിടെ ഉണ്ടായ ഡാമേജ് മൂലം അവർക്ക് എന്ത് സംഭവിക്കുന്നില്ല? they can't do anything. So that there also we can see that's a total destruction. When they are in the bed, but they can't do anything. But do you ever think, what is your stage now? Your strength, if something happened, reduced your strength, you will be much worried. When something happened, a small wound also, you will be worried, what happened to my... When there are people with massive damage happened to their brain, children of God, you have to be thankful, you have to be grateful in the presence of God. Holy Spirit is tonight speaking to each one of you. It is not your parents or others to tell you have to shout hallelujah to the Lord, you have to praise every time hallelujah. No, you have to see your limbs. You can smile, you can do whatever things, but God has given you the capacity to think and act. Are you grateful to God? Can you all, especially the children, can you all shout hallelujah to the Lord? If you are grateful to the Lord, hallelujah. Hallelujah. Once more. Hallelujah. Hallelujah. May God bless you all. Sometimes we have to think about others. Then automatically we will open our mouth. We will be grateful to God. Many of the blessings or things has to become, but you have to praise. You have to sit in the presence of God with a grateful heart, with a thankful heart. Then nobody wants to say you have to clap your hands and you have to shout to the Lord. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പറയാണ്, be merciful to me, O God. ദാവീദിനറിയാം ഈ ദൈവത്തോട് ചോദിച്ചാൽ, കാരണം എന്താ, എനിക്ക് ദയ ലഭിക്കാതിരുന്ന അനേക സന്ദർഭങ്ങൾ ഈ ദൈവം എന്നോട് ദയ കാണിച്ചിട്ടുണ്ട്.
പല വിഷയങ്ങളുടെ പാരങ്ങളുടെ നടുവിൽ കൂടെ പോയപ്പോൾ അനേകർ എന്നോട് ദയ കാണിച്ചില്ല. ദാവിനോട് ചോദിച്ചാൽ പറയും, സഹോദരന്മാരെന്നോട് അതുകൊണ്ട് ദയ കാണിച്ചില്ല, എന്നോട് അവർ സംസാരിച്ചില്ല, ഇടപെട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവാ, നഷ്ടപ്പെടുത്തി, ആരാധന നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് ഞാൻ പോവാ, അവരെന്നോട് മിണ്ടിയില്ല, സഹോദരന്മാരെന്നെ ഗമനിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോവാ അതേ ഊറ് വിട്ട്. നോ, അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് ദാവീദ് പോയില്ല. ഹി നീൽഡ് ബിഫോർ ഗോഡ്. കാരണം ദാവീദിനറിയാം ആരെയാ സേവിച്ച് നിൽക്കുന്നത്. മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കിയാൽ നീ ലജ്ജിച്ചു പോകും. മനുഷ്യന്റെ മുഖം, മനുഷ്യൻ നിന്നോട് സംസാരിച്ചില്ല, എടുത്തില്ല, അവരെന്നെ ഇങ്ങനെ പറഞ്ഞില്ല, അവരെന്നെ അങ്ങനെ പറഞ്ഞില്ല. നോ, അത് റിമെയിൻ ചെയ്യുന്ന വാക്തത്വമല്ല. ദാവീദിനറിയാം, ദാവീദിനെ വിളിച്ച ഒരു ദൈവമുണ്ട്. ഒറ്റപ്പെടലിനകത്ത്, ക്ഷീണത്തിനകത്ത്, നെടുവീർപ്പിനകത്ത് ആരോടും പറയാതെ, പരാതി പറയാതെ എന്ത് ചെയ്യുമായിരുന്നു? കിന്നരം വായിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി കൊടുക്കുമായിരുന്നു. ആരും കാണാതെ ദൈവത്തെ സ്തുതിച്ചാൽ, ഒരു കാര്യം കൂടെ പറയാം, ഒരു സീക്രട്ട് കൂടെ പറയാം, ഒരു സീക്രട്ട് കൂടെ ഉണ്ട്, അതുകൂടെ കേട്ടിട്ട് പോകണം. ആരും കാണാതെ രാത്രി രാമങ്ങളിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ, വൺ ഡേ യു ആർ ഗോയിങ് ടു hallelujah face a greater community and you are going to stand before and honor the name of Jesus Christ. Oh, ദാവീദിനെ ആരും കണ്ടില്ല. കാണണ്ട, എന്തിനാ ഒരുപാട് കാണുന്നേ? ഒരുപാട് പേര് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. ആ അംഗീകാരം അല്ലല്ലോ നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. എന്ത് അംഗീകാരമാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത്? ദാവീദിനെ അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. എന്നാൽ തക്ക സമയത്ത് നമ്മളെ ഓർത്ത് ആദരിക്കുന്നൊരു ദൈവമുണ്ട്. മറവിയില്ലാത്ത ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് ചോദിച്ചാൽ, ദൈവദാസന്മാരോട് ചോദിച്ചാൽ, മനുഷ്യരൊക്കെ നമ്മളോട് വാക്ക് പറഞ്ഞാൽ അവർ മാറിപ്പോകും. എന്നോട് എത്ര പേര് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ ആ ദേശത്ത് കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ പുറത്തല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മളെ അറിയുന്ന, നമ്മളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദൈവം നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ദാവീദ് പറയുകയാണ്, എൻ്റെ മുമ്പിൽ ആപത്തുകളുണ്ട്, ഡിസ്ട്രക്ഷനുണ്ട്, എന്നാൽ അതിൻ്റെ മുമ്പിൽ ഈ ആപത്ത് കഴിഞ്ഞു പോകുവോളം, ഒഴിഞ്ഞു പോകുവോളം ഞാൻ അങ്ങയുടെ, അവിടെ അസ്വസ്ഥത, അവിടെ വലിയ റെസ്റ്റുണ്ട്. പ്രാർത്ഥിക്കുന്ന യുവതിലെ, ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവത്തിലെ, മറ്റുള്ളവർ അനുഭവിക്കാത്ത വലിയൊരു റെസ്റ്റ് നിന്റെ ജീവിതത്തിലുണ്ട്. 12 മണിക്കൂറത്തെ ഷിഫ്റ്റ് കഴിയുമ്പോൾ മരുന്നുകളിൽ ആശ്രയിക്കാതെ നമുക്ക് ഉറങ്ങുവാൻ കർത്താവ് കൃപ നൽകുന്നില്ലേ? ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്ക്, വിശ്വസ്തതയ്ക്ക് കർത്താവിന് നന്ദി അർപ്പിക്കണം. We are under the sovereign grace of God. That is our hope in God. That's why David declares the trust in God. അവിടെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുന്ന 2-ാം വചനം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. I know whom I serve. I know a master whom I serve. I know him. Hallelujah. എത്ര പേർക്കറിയാം
ലോകത്തിലെ മാസ്റ്ററിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലോകത്തിൽ നമ്മൾ അനേക സ്ഥലങ്ങളിൽ ജോലി, അവിടെ ഒരു മാസ്റ്ററുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നത്, ഐ നോ എ മാസ്റ്റർ ഹൂം ഐ സെർവ്. അവൻ എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരും. ഇനിയും വിഷയങ്ങൾ മുമ്പിലുണ്ടോ? ഇല്ല, നിറവേറ്റിത്തരും. ഇനിയും അവസ്ഥകളിൽ മുന്നോട്ട് പോകേണ്ട? ഇല്ല, അവൻ നിറവേറ്റിത്തരും. ഹി ഈസ് എ മോസ്റ്റ് ഹൈ ഗോഡ്. അറ്റ് ദ സെയിം ടൈം ഹി വിൽ ഷോ ഹിസ് mercy upon us. He is a God of most high. Hallelujah. Even though he will show the mercy upon those who seek him earnestly. കാലം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണെങ്കിൽ നിശ്ചയമായി ഇനി കരുതലുകൾ വെളിപ്പെടാൻ പോകുക. ദിവസം എഴുന്നേറ്റ് കർത്താവിന് ആരാധന കൊടുക്കാൻ പോകുക നാം. ഇല്ല, കരുതൽ തീർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽക്കാലം കുറഞ്ഞു പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം അവന്റെ കരുതൽ തീർന്നു പോയിട്ടില്ല. He is a most high God, but he will surely shows the mercy upon me. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. Children all, hallelujah. He is a most high God, but the same time he will show mercy upon the things, now the difficulties in my life, what all the things I am going through, he will show the mercy. Hallelujah. If you believe in God, hallelujah, if you believe, Lord, hallelujah, oh, and trust in him, hallelujah, he will surely honor you in the right time. Hallelujah. What all the difficulties you are going through your life, hallelujah, many of the times, your friends can solve that problems, but surely, hallelujah, I encourage you, the Lord can solve your all problems. Hallelujah. Oh, it is not by the human power, hallelujah, but the God, hallelujah. Oh, hallelujah. Oh, ദൈവത്തിന്റെ കരുണ അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ചാടി എഴുന്നേറ്റാട്ടെ. റബല ശാന്തല റബല ഹതലാദരാദലാദര. അല്പസമയം ദൈവത്തിന് അതിരം ചലിപ്പിച്ച് ആരാധന കൊടുക്കുക. അവൻ ദയപൂർണനായ ദൈവമാ. ഇന്ന് പകൽക്കാലം ദയ അടഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ ഇല്ല. ഞാൻ അവന്റെ ദയ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ അവന്റെ കരുണ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഞാൻ പോകും. തടസ്സം എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അവകാശമാ തടസ്സം. എന്നാൽ തടസ്സത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല. ഏകാന്തതയ്ക്കകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല. ക്ഷീണത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല. ഗുഹയ്ക്കകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല. ഗുഹയ്ക്കകത്ത് ശത്രുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. ശത്രുവിന്റെ റൂട്ടിനെ മാറ്റിക്കളയുക, ശത്രുവിന്റെ ഉദ്ദേശത്തെ മാറ്റിക്കളയുക. ഇന്ന് പോൽക്കാലം മതിയായ ഉന്നതനായ ദൈവോ അവൻ റൂട്ട് മാറ്റിവിട്ടു. ഓ, ദാവീദിനെ തകർത്തു കളയുവാൻ അവന് ഹല്ലേലൂയ ഉദ്ദേശത്തോടെ വന്നപ്പോൾ ഇല്ല, റൂട്ടിനെ മാറ്റിവിട്ടു. ഹല്ലേലൂയ, വഴിയെ മാറ്റിവിടുന്ന ദൈവമാ. നിനക്കെതിരെ വരുന്ന ശക്തികളെ ഒളിപ്പിച്ചു കളയുവാൻ അവനെ കൊണ്ട് കഴിയും കേട്ടോ. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പാട്ടുപാടി ആരാധിക്കുന്നതിന് മുമ്പായി നിശ്ചലരായി നിൽക്കരുത്. റമന ഹദരാ ദരാദരാദര ഹന്തൽ ഭൈരവനാദരാദര. രോഗസൗഖ്യങ്ങൾ ഇന്ന് പോൽക്കാലം ഈ ആരാധന നടക്കൂ. രോഗസൗഖ്യങ്ങൾ, രോഗത്തിന്റെ കെട്ടുകൾ, ഓ റബല ശാന്തലാദല ആരാധന കൊടുക്കട്ടെ. അല്പസമയം അതിരം തുറന്ന ദൈവത്തിന് വാഴ്ത്ത. ഓ റബ പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്കകത്ത് രോഗസൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് ഈ ഹോളിനുള്ളിൽ. ഓ റബല ശാന്തല റിഖബല സിയാന്തന. ഒരു പുതിയ ബലം, ഒരു പുതിയ ശക്തി നിന്റെ മൺകൂടാരത്തിന്മേൽ. റബല ശാന്തല റിഖലബ. പെന്തക്കോസ്തിന്റെ ആരാധനയിൽ രോഗശാന്തിയുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ജയമുണ്ട്. ഹല്ലേലൂയ. ആരാധന കൊടുക്കാം, കർത്താവിന് മഹത്വം അർപ്പിക്കാം. റബല ഹദലബലബ ഹന്തല റബലബ. രോഗത്തിന്റെ ശക്തികൾ നിന്നെ വിട്ടു മാറട്ടെ. തടസ്സത്തിൽ നിൽക്കുന്ന ശക്തികൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇതുപോലെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, പോരാടുമ്പോ ഇല്ല, ദേശത്ത് നിനക്ക് വെളിപ്പെടേണ്ട മുഖാന്തരങ്ങൾ, വഴികൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുക. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കരുതാമെന്നുരച്ചവനെ, ഹല്ലേലൂയ. അവസ്ഥകളെ മാറ്റുവാൻ നീ ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവൻ എൻ്റെ അവസ്ഥകളിൽ എന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. He will change. Hallelujah.